ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞൊരു ടിപ്പുമായി. ടിപ്പ് ചെറുതാണെങ്കിലും അതുകൊണ്ടുള്ള ഉപയോഗം ഇത്തിരി വലുത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ഫോണും ഇൻ്റർനെറ്റും. നമ്മളിപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യായിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സിനിമ കാണുന്നു, അങ്ങനെ മിക്ക സമയങ്ങളിലും ഈ ഫോൺ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ ഫോൺ ഒരു സ്ഥലത്ത് വെക്കണ്ടേ, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയമൊന്നും ചിലവഴിക്കാറുണ്ട് ഇല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 3 ടൈപ്പ് ഫോൺ സ്റ്റാൻഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കാർഡ്ബോർഡ് പീസസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇത് വളരെ എളുപ്പമാണ്, കൂടുതൽ കാലം നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു നോക്കാം. ആദ്യത്തെ ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ടുള്ള കാർഡ്ബോർഡ് പീസാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ. ഇതേപോലത്തെ അല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കറക്റ്റായിട്ട് നല്ലോണം പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് സെൻറ്ററിലുള്ള ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് 2 സൈഡിലേക്കും 10 സെൻറ്റിമീറ്റർ അളവിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. നമ്മളിത് നന്നായി പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരെയുള്ള കാർഡ്ബോർഡ് പീസസ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു വലിയൊരു പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് നേരെ ഹാഫാക്കി മടക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ സെൻറ്ററിലെ ലൈൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 3 സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിന്റും കൂടി നമ്മൾ ജോയിൻ്റ് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെയാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വരച്ചു കൊടുത്ത ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ മടക്കി പിടിച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് മാർക്കിൽ കൂടെ തന്നെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഈക്വലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് വരച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ആദ്യത്തെ ഫോൺ സ്റ്റാൻഡ് റെഡിയായി. എത്ര എളുപ്പമാണെന്ന് നോക്കിക്കേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മളൊരു ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് പീസസ് ആയ കാരണം തന്നെ നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാനും പറ്റും. ഇനി നമുക്കിതിൽ ഫോണൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു ടാബാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് വീണ് പോകുന്നുള്ള ഒരു പേടിയും വേണ്ട കേട്ടോ, ഒരു ടെൻഷനും വേണ്ട, നല്ല ഉറപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ടാബാകുമ്പോൾ നമ്മുടെ ഫോണിനേക്കാളും കുറച്ചും കൂടി വെയിറ്റ് ഉണ്ടാവുമല്ലോ, എന്നിട്ടും ഇത് ഒരു കുഴപ്പമില്ലാണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് നേരെ ഇതേപോലെ വെക്കാം, മറ്റോണം വെക്കാം കേട്ടോ. 2 ടൈപ്പിൽ നമുക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യായിക്കോട്ടെ, അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ ബാഗിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും എളുപ്പമാണ്. ഇനി ഇതൊന്നും കൂടി ചെരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വരച്ചു കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, അതൊന്നും കൂടി ഒന്ന് ഫ്ലോപ്പ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോൺ ഹോൾഡർ അല്ലെങ്കിൽ ഫോൺ സ്റ്റാൻഡ്. നിങ്ങൾക്കത് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത ഫോൺ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതും ഹാഫാക്കി മടക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ വേറൊരു ചെറിയൊരു പീസ് കാർഡ്ബോർഡാണ്. അത് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ അളവുണ്ട് കേട്ടോ. 4ഓ 5ഓ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് വെച്ചിട്ട് നമ്മുടെ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ടല്ലോ വലുത്, അതിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്, ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ പീസ് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാൻ പാകത്തിന് നമുക്കിവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം.
അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ കാർഡ്ബോർഡ് പീസ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഇതേ സെയിം അളവിൽ തന്നെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇതേപോലെ തന്നെ മടക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക, എവിടെയാണ് ഹോൾ വരേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെയും നമുക്ക് ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ചെറിയ പീസ് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ കയറ്റി കൊടുക്കാം. അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉറപ്പിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുക കേട്ടോ. നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വീഴാതെ ഇരിക്കും. ഇനി ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് പീസിന് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട്. ഇത്രയും ലെങ്ത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ആ ഭാഗം ഞാൻ കളയുന്നില്ല കേട്ടോ, നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനിതേപോലെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി ചേർത്ത് ഒട്ടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഏത് ഗ്ലൂ വെച്ച് ഒട്ടിച്ചാലും കുഴപ്പമില്ല, നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഫോൺ സ്റ്റാൻഡും റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. നല്ല ഉറപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ടാബ് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിലും വെച്ച് കാണാവുന്നതാണ്. ഇതും വീണ് പോകുന്നുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീണ് പോകുന്നുള്ള കാര്യം പേടിക്കേണ്ട. നല്ല ഉറപ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ഉറപ്പുള്ള കട്ടിയുള്ള കാർഡ്ബോർഡ് പീസസ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അങ്ങനെ കാർഡ്ബോർഡ് പീസസ് യൂസ് ചെയ്തിട്ടുള്ള രണ്ട് അടിപൊളി ഫോൺ സ്റ്റാൻഡ് നമ്മൾ കണ്ടു. ഇനി ചെറിയൊരു ഫോൺ സ്റ്റാൻഡും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് നമ്മൾ കാർഡ്ബോർഡ് പീസസ് അല്ല യൂസ് ചെയ്യുന്നത്, പേപ്പർ കപ്പാണ്. ഇത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫോൺ സ്റ്റാൻഡ് ആണെന്ന് പറയാം. അപ്പോൾ ഞാനിതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൻ്റെ രണ്ട് സൈഡിലും കട്ട് ചെയ്യുന്നത് സെയിം അളവിലായിരിക്കണം. താഴേക്ക് കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഫോൺ അതിൽ വെക്കുമ്പോൾ ഒരു ഭാഗം താഴ്ന്നും ഒരു ഭാഗം പൊന്തിയിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡും ഈക്വലായിട്ട് കട്ട് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോൺ സ്റ്റാൻഡ്. അപ്പോൾ നമുക്കിതിലൊന്ന് ഫോൺ വെച്ച് നോക്കാം. ഇതിലും ഞാൻ ടാബ് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഒന്നുകൂടി ഫോൺ വെക്കാനാണ് നല്ലത്. ടാബൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വീണ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഫോണാണെങ്കിൽ വീഴൊന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് ഫിലിം കാണാനോ വീഡിയോസൊക്കെ കാണാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോഴാണ് ബാക്കിയുള്ളവർക്കും കൂടി അതൊന്ന് ചെയ്ത് നോക്കാനായിട്ടൊന്ന് തോന്നുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിലും അത് ശരിയായിട്ട് വന്നില്ലെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ശരിയാവേണ്ടിയിരിക്കുന്നില്ല, എന്തായാലും കറക്റ്റായിട്ട് വരുന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയറും കൂടി ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.